വാസുദേവ, എനിക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയുകയില്ല. എൻ്റെ ബന്ധുക്കളെയും മിത്രങ്ങളെയും എനിക്ക് കൊല്ലുവാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാനോട് അർജുനൻ പറയുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നു, നീ യുദ്ധം ചെയ്താലും യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലും ഇവർ മരണപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ സംസാര സാഗരത്തിൽ ധർമ്മത്തെ പരിപാലിക്കുക എന്നത് എൻ്റെ കർമ്മമാണ്. അതുകൊണ്ട് തന്നെ ജനന മരണങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും എൻ്റേതാണ്. നീ വെറും പാവയാണ്. നീ ഒരു കർമ്മവും ചെയ്തിട്ടില്ലെങ്കിലും ഇവരെല്ലാം മരണപ്പെടും. അത് തീർച്ചയാണ്. ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് ഞാൻ യുഗയുഗാന്തരം ജന്മം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നീ ഒരു കർമ്മവും ചെയ്തിട്ടില്ല എങ്കിലും ഞാൻ എപ്പോഴും കർമ്മനിരതനാണ് പാർത്ഥ. അതുകൊണ്ട് നീ ഭഗവാനിൽ അഭയം പ്രാപിക്കൂ. ഭഗവാൻ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് തന്നെ നീ എപ്പോഴും സ്വന്തം കർമ്മങ്ങൾ ഈശ്വര സമർപ്പണമായി ചെയ്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. സർവരുടെയും സർവമംഗളങ്ങളും തരുന്നതും ഞാൻ തന്നെ. എല്ലാത്തിൻ്റെയും ആദ്യവും അന്ത്യവും ഞാൻ തന്നെയാണ് പാർത്ഥ. അത് നീ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നിനക്ക് യഥാർത്ഥ ബോധമുണ്ടാകുകയുള്ളൂ. അതിലൂടെ മാത്രമേ നിനക്ക് മുക്തി ലഭിക്കുകയുള്ളൂ. അതിനായി ശ്രമിക്കൂ പാർത്ഥ. അതിലൂടെ മാത്രമേ പുരോഗതിയുണ്ടാകുകയുള്ളൂ. നീ നിന്റെ കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുക. അതിലൊരിക്കലും ഫലേച്ഛ കൂടാതെ നീ കർമ്മങ്ങൾ ചെയ്യുക. അതുവഴി മാത്രമേ ഈശ്വര സാക്ഷാത്കാരം നടക്കുകയുള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കൂ പാർത്ഥ. സർവ്വതിലും സർവ്വവിജയങ്ങളും നിനക്കുണ്ടാവട്ടെ. അതിനായി പ്രാർത്ഥിക്കൂ പാർത്ഥ.